ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം ആണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം തന്നെ അതിനെ പരിരക്ഷിക്കുന്നതാണ്, കാത്തു സൂക്ഷിക്കുന്നതാണ്. ഖുർആനെ കുറിച്ച് ദിക്ർ എന്നാണ് പറഞ്ഞത്. അതെ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, പിന്നെന്താണ് ധാരാളം മുഅദ്ദിൻമാർ പറയുമല്ലോ ഒരു ദിക്ർ. ഒരു ദിക്ർ ഏതായത്തത് ഓർക്കുന്നുണ്ടോ? ഏതാ ദിക്ർ? ഖുതുബനെ പറ്റി പറഞ്ഞു കൊടുത്ത ദിക്ർ പറഞ്ഞല്ലോ. ഖുതുബയെ കുറിച്ചും ദിക്ർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ ആവട്ടെ, ആ ദിക്റുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സ്മരണയാണ്, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതോടുകൂടെ ചെയ്യുന്ന അമാലു സാലിഹാത്തുകൾക്കേ മൂല്യമുള്ളൂ. അങ്ങനെ അത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെ ധാരാളം കൂലി തരാനാണ് റമദാനിൽ അല്ലാഹു തആല നമുക്ക് ഓഫർ തന്നിട്ടുള്ളത്. കൂടുതലായി നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്താ ചൊല്ലാൻ പറഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇങ്ങനെയുള്ള ആ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക. തസ്ബീഹുണ്ട്, ദിക്റുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം സമാഹരിച്ചിട്ടുള്ള അതിങ്ങനെ ധാരാളം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും കൂടുതൽ ചൊല്ലാൻ വേണ്ടി സമയം ചെലവാക്കിയില്ല, കരഞ്ഞു ദ്വാരക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ ദിക്റുകളൊന്നും ചൊല്ലിയില്ല, നിസ്കരിച്ചില്ല എന്നല്ല പറയുന്നു കേട്ടോ, നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിച്ചു. ബാക്കിയുള്ള സമയമൊക്കെ എന്തേനാണ്? ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. എങ്കിൽ മൻ ശഗലഹു ദിക്രി, എന്റെ സ്മരണ ഒരാളെ ജോലിയാക്കി കളഞ്ഞു, അയാളുടെ ടെൻഷൻ, അയാളുടെ ചിന്ത, അയാൾ സമയം ചെലവഴിക്കുന്നത് എന്റെ സ്മരണയിലാണ്, എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് കഴിയും ഇതിന്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മളെ കുറിച്ച് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഓർക്കുന്നത്? അല്ല, മറ്റൊന്നും ഇപ്പൊ ശരിയായില്ല, മറ്റേ ആൾക്ക് ഒരുപാട് കിട്ടിയിരിക്കണേ, എനിക്കൊന്നും കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള. അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ മോശമുള്ള ആളൊന്നുമല്ല, വളരെ ഉഷാറാണ് ഞാൻ, അയാൾ വളരെ മോശമാണ് കേട്ടോ. ഈ രൂപത്തിലൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എങ്കിൽ ഒരു കാര്യമില്ല, അള്ളാഹുവിന്റെ സ്മരണയിലാണോ സമയം ചെലവഴിച്ചത്? കിതാബി, എന്റെ ഖുർആനിനെ പാരായണം ചെയ്തുകൊണ്ട് സമയം ചെലവഴിച്ചാൽ അവന് ഞാൻ നൽകുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ, കരഞ്ഞുകൊണ്ട് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നയാൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നൽകുന്നത് എൻ്റെ ഖുർആനായിട്ട് ജോലിയായി ഇരിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്നത്. മറ്റേ അമാലുകളൊക്കെ ചെയ്യുന്ന അവർക്കൊക്കെ കൊടുക്കുന്ന പ്രതിഫലം, അതുപോലെ തന്നെ ഈ ഓതിയതിൻ്റെ പ്രതിഫലം ഒക്കെ അല്ലാഹു തആല കൊടുക്കുന്ന പറഞ്ഞ അത്രയും മഹത്വമാണ് ഖുർആൻ. പക്ഷേ ആ ഖുർആനെ നാം അവഗണിക്കുകയാണ്. ഖുർആൻ പാരായണത്തിൽ നമുക്ക് താല്പര്യമില്ല. എത്ര രസകരമാണ്! ഈജിപ്ത് പോലെയുള്ള നാടുകളിലൊക്കെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടുന്നു. പക്ഷേ അവിടെ ആരുമില്ല. ഓതുന്നത് ആരാണ്? ഒരു കാസറ്റാണ് ഓതുന്നത്. അത് പ്രക്ഷേപണം ചെയ്യപ്പെടുകയാണ്, ടിവിയിൽ കാണിക്കപ്പെടുകയാണ്. നേരത്തെ മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമഹുല്ലാഹ്, അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. വലിയ കാര്യമാണ്, ഹാഫിളാണ്. ഒരുപാട് ഖിറാഅത്തുകൾ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സ്റ്റേജുകളിൽ, വിവിധ പരിപാടികളിൽ പാരായണം ചെയ്ത ആ പാരായണങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ഇങ്ങനൊരു പരിപാടിയുണ്ട്. എന്താ പരിപാടി? അബ്ദുൽ ബാസിത്തിന്റെ ഖിറാഅത്ത് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓതിയ ആ ഖിറാഅത്ത് കേൾപ്പിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവിടെ തടിച്ചുകൂടി. നമുക്ക് ഖുർആൻ ഇങ്ങനെ ആളിങ്ങനെ നിന്നിട്ട് ഓതിയാൽ നമ്മളാണ്ട് പോകും. ഒരു ഫാത്തിഹ വരെ ഓതി പൂർത്തിയാക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, എഴുന്നേറ്റാണ്ട് പോകും. നേരല്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മുറ്റത്ത് അങ്ങനെ നിൽക്കും, ഒരു മണിക്കൂർ നിന്നിട്ട് വർത്താനം പറയും. പള്ളിയിലങ്ങ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കാണ്. എപ്പോഴും തോന്നും ഞാനിപ്പോൾ എഴുന്നേറ്റ് പോവുക. ഇങ്ങനെ ആവാൻ പാടില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റിന്റെ, ഖുർആനിന്റെ, അതുപോലെ നിസ്കാരത്തിന്റെ ഒക്കെ മജ്ലിസിൽ എത്രയാണോ ആളുകൾ കടന്നിരിക്കുന്നത്, ആ ഇരിക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല ഒരുപാട് സവാബുകൾ കൊടുക്കുകയാണ്. എത്രത്തോളം നല്ല നല്ല നിഷ്കളങ്കരായ ആളുകൾ ധാരാളമുണ്ട്. കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കയറി, എനിക്ക് പോയാലോ, എഴുന്നേറ്റ് പോയാലോ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയല്ലോ, നിങ്ങളെ പറ്റിയൊന്നല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരാളെ മനസ്സിൽ വന്നു പോയാൽ അയാൾക്ക് വരെ മുതലാക്കാൻ കഴിയുന്ന, അങ്ങനെ ചിന്തിക്കണം എന്നല്ല പറയുന്നത്, ആ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യം കാണിക്കാത്തവൻ വരെ മറ്റുള്ള മുഅ്മിനീങ്ങളോട് കൂടെ ഇടകലർന്ന കാരണം കൊണ്ട്
സയ്യിദുൽ ഖൗമി ലാ യഷ്ഖാ ജലീസുഹും ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും. അവരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നു. ആ കൂട്ടത്തിൽ പെട്ടുപോയ സാധുക്കളെയും അള്ളാഹു പരിഗണിക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടെ നാം പാരായണം ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അലാ എന്ന് പറയുന്നത് ഉണരാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ശ്രദ്ധ പോയവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് കേൾക്കുമല്ലോ, ഒരു അനൗൺസ്മെന്റുകൾ നിൽക്ക് എന്താണ് കേൾക്കുന്നത്? ഇന്ന ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഒരിക്കൽ വിളിച്ച് പറയും, ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട്, ജനാസ സംസ്കാരം ഇന്ന സമയത്ത് ഇന്ന ഖബർസ്ഥാനിൽ നടത്തപ്പെടും എന്നൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ എന്താണാവോ, നാട്ടിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ആരാണാവോ മരിച്ചത് എന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെ ഒരു ഉണർത്തലാണ് അലോ അലോ എന്ന് പറയില്ലേ, ഇതുപോലെയാണ് അലാ. അലയിൽ നിന്ന് വന്നായിരിക്കും ചിലപ്പോൾ ഹലോ എന്ന് വിചാരിക്കണേ. അല്ലാഹു അലം. അലാ അറിയുവീൻ, അറിയുവീൻ, അലാ അറിയുവീൻ. പിന്നെന്താ പറഞ്ഞത്? ബിദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നതാണ്. നൂറുന്ന ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ്. കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, ദിക്റിൽ ഏറ്റവും മുന്തിയ ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ പറഞ്ഞതിൽ ഏറ്റവും മഹത്തരമായ ശ്രേഷ്ഠമായ വാക്ക് ഏതാണ്? ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംസാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതുകൊണ്ടാണല്ലോ നമുക്ക് റമദാനിൽ പഠിപ്പിച്ച സ്പെഷ്യൽ ആ ദിക്റിലും തസ്ബീഹിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലേ എന്ന് ചൊല്ലിക്കണം എല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയെങ്കിലേ ശേഷം പറയുന്നതൊക്കെ കിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇത് രൂഢമൂലമാവണം. എന്നാലേ അസ്തഗ്ഫിറുല്ലക്ക് പ്രസക്തിയുള്ളൂ, അസ്അലുകൽ ജന്ന ഏറ്റെടുക്കുകയുള്ളൂ, അഊദു ബിക മിനന്നാർ എന്ന് പറയാനുള്ള യോഗ്യത കിട്ടുകയുള്ളൂ. അപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബ്ല അൻ യുഹാല ബൈനി വബൈനകും. അല്ലാഹു പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ഇടയിൽ മറയിടപ്പെടുന്നതിന് മുമ്പ് തന്നെ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. വലഖിനൂഹ അലാ മൗതാകും, നിങ്ങളിൽ മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൂ. മരിച്ചവരുടെ പരലോക ഗുണത്തിന് വേണ്ടി നിങ്ങൾ ദിക്റുകൾ ചൊല്ലിക്കോളൂ. വലഖിനൂഹ അലാ മൗതാകും, അതിന് രണ്ടർത്ഥമുണ്ട്. മരിച്ചവർക്ക്, മരണം ആസന്നമായവർക്ക്, ഇവർക്ക് വേണ്ടിയൊക്കെ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഏറ്റവും വലിയ മഹത്വമുള്ളൊരു ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം കിട്ടുമെന്നാണ് പറഞ്ഞത്. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നതാണ്, സമാധാനം കിട്ടുന്നതാണ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്കിയായിൽ പഠിപ്പിച്ചത് കാണാം. നമ്മുടെ മനസ്സുകൾ ശുദ്ധമാവാൻ എന്താണ് ചെയ്യേണ്ടത്, അതിലുള്ള പ്രതിവിധികൾ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മരുന്നുകൾ എന്താണ്? അവിടുന്ന് പറഞ്ഞു, വദവാഉ ഖൽബിൻ, പിന്നെന്താണ്? വദവാഉ ഖൽബിൻ അറിഞ്ഞാ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء
وقيام ليل والتضرع بالسحر ومجالسة الصالحين الفضلاء ودواء قلب ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള മരുന്നുകൾ ഖംസത്തുൻ 5 എണ്ണമാണ്. ആ 5 എണ്ണത്തിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി പറഞ്ഞത് ഫതിലാവത്തുൻ, അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എങ്ങനെ? ബിതദബ്ബുരിൽ മഅന, അതിന്റെ അർത്ഥതലത്തിൽ അർത്ഥത്തെ ചിന്തിച്ചുകൊണ്ട് അർത്ഥം ഓർത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക.